ജന്തർമന്ദിറിലെ കലാപകാരികളുടെ തനിനിറം പുറത്ത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലക്ഷ്യം വെച്ചാണ് രാജ്യത്തെ വൻ കലാപത്തിന് പദ്ധതിയിടുന്നത്. 2026 തന്നെ മോദി സർക്കാരിനെ താഴെ ഇറക്കണമെന്ന ആഹ്വാനം. 2029 വരെ കാത്തിരിക്കരുതെന്നും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, നീറ്റ് പരീക്ഷയല്ല ഇവരുടെ ലക്ഷ്യം, ദേശത്തെ തകർക്കുകയാണ് ഈ ദേശവിരുദ്ധരുടെ ലക്ഷ്യമെന്നത് ആരും തന്നെ പ്രകടമായിരുന്നു. അത് സ്ഥിരീകരിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് ഇവരുടെ തനിനിറം പുറത്താകുന്നത്, അല്ലേ? സുരേഷ്, കോക്രോച്ച് ജനതാ പാർട്ടിക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട്, അല്ലെങ്കിൽ കൃത്യമായ അജണ്ടയുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില സന്ദേശങ്ങൾ എന്നുള്ളതാണ്. അതായത് നരേന്ദ്രമോദി സർക്കാരിനെ ഏത് തരത്തിലും അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തുക എന്നുള്ളതാണ് പ്രധാനമായും CJP കണക്ക് കൂട്ടുന്നത്. CJPക്ക് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടകൾക്കപ്പുറം CJPക്ക് വ്യക്തമായ സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്, വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളതാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നത്. അതായത് CJP കൃത്യമായ അജണ്ടയുമായാണ് മുന്നോട്ട് പോകുന്നത്. ആ അജണ്ട എന്നുള്ളത് BJP സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ളതാണ്. അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കാത്തു നിൽക്കാതെ ഈ ഒരു പ്രക്ഷോഭത്തിൻ്റെ മറവിൽ പരമാവധി അക്രമങ്ങൾ സൃഷ്ടിക്കുക, ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ ഭാരതത്തിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അരാജകത്വം നടക്കുന്നു, ഭാരതത്തിൽ സേനാ വിഭാഗങ്ങൾ സാധാരണക്കാരായ വിദ്യാർത്ഥികളെ അടിച്ചമർത്തുന്നു തുടങ്ങിയ അത്തരം വാർത്തകളും ദൃശ്യങ്ങളും പുറത്തേക്ക് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ എത്തിക്കുക, അല്ലെങ്കിൽ കൃത്രിമമായി എത്തിക്കുക, അതിലൂടെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഭാരതത്തെ ഇകഴ്ത്തുക എന്നുള്ള ലക്ഷ്യമാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള സംഘങ്ങൾ നടത്തുന്നത്. CJPക്ക് വ്യക്തമായ രാഷ്ട്രീയ ലാഭങ്ങൾക്കപ്പുറത്തേക്ക് സാമ്പത്തിക ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളത് ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ട്. മറ്റ് ശത്രുരാജ്യങ്ങൾ ഭാരതത്തെ ഏത് രീതിയിലും തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ പല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ പലരിലൂടെയും സ്വാധീനം ചെലുത്തി ഈ രാജ്യത്തെ, അതായത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അട്ടിമറിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പല കോണുകളിൽ നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഈ CJP എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അതായത് നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ളതാണ് പ്രധാനമായും CJP മുന്നിൽ കാണുന്ന ലക്ഷ്യങ്ങൾ. നമുക്കറിയാം, നരേന്ദ്രമോദി സർക്കാർ ഭാരതത്തിലെ യുവാക്കൾക്ക് വേണ്ടി വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ആവിർഭാവനം ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനം തൊഴിലില്ലായ്മ എന്നുള്ളതാണ്. തൊഴിലില്ലായ്മ പൂർണ്ണമായും ഭാരതത്തിൽ ഇല്ലാതാക്കുക, യുവാക്കളിലേക്ക് തൊഴിലെത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും, കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ രാജ്യത്തെ ചെറുപ്പക്കാർക്കിടയിലേക്ക് വൊക്കേഷണൽ ട്രെയിനിങ്, അതായത് പ്രത്യേക ഈ നയതന്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് പ്രത്യേക ട്രെയിനിങ്, ടെക്നിക്കൽ ട്രെയിനിങ് നൽകിക്കൊണ്ട് ലോകരാജ്യങ്ങൾക്കാകെ ഭാരതത്തിലെ യുവാക്കളെ ആവശ്യമാണ് എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു നരേന്ദ്രമോദി സർക്കാർ ലക്ഷ്യം വെച്ചത്. അതിലൂടെ പൂർണ്ണമായും രാജ്യത്ത് തൊഴിലില്ലായ്മ പരിഹരിക്കാൻ സാധിക്കും. രാജ്യത്തെ യുവാക്കൾക്ക് മറ്റ് ബിസിനസ് അടക്കമുള്ളവ ചെയ്യുവാൻ വേണ്ടി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതെല്ലാം അട്ടിമറിക്കുകയാണ് CJP ലക്ഷ്യമെന്നുള്ളതാണ് പ്രധാനമായും ഇതിലൂടെ നോക്കിക്കാണേണ്ടത്. സുരേഷ്.